السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സിഹിർ, ജിന്ന്, ഷൈത്വാന് അത് വഴിഞ്ഞു പോകാൻ എന്തു ചെയ്യണം? മറ്റുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ നാം എന്തു ചെയ്യണം? അതിനുള്ള മാർഗം എന്താണ്? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, പലവരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഉസ്താദെ, പല നിലക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പല മന്ത്രവാദികളുടെ അടുത്തുപോയി, പക്ഷെ അതിന് ഒരു ഫലം ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ശൈത്താന്, ജിന്നി, മൂർത്തികളുടെ സേവ അനുഷ്ഠിക്കുന്നവരുടെ, ഇങ്ങനെയുള്ള മന്ത്രവാദികളുടെ അടുത്തു ചെന്ന് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ അടുത്തു ചെന്ന് അവർ ജപിച്ചു തരുന്ന വസ്തുക്കൾ കൊണ്ടുവന്ന് അതിലൂടെ അല്പദിവസം ശമനം കിട്ടി എന്ന് വെക്കാം. വീണ്ടും ആ ശൈത്താനും, മുമ്പ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ശൈത്താനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആനിനെ മതികടക്കാൻ ഏത് ശൈത്താൻ സേവിച്ച മന്ത്രം നടത്തുന്നവനിക്കോ ജിന്നിക്കോ മൂർത്തിക്കോ സാധ്യമല്ല. അതിനാൽ നാം ഖുർആനുമായി ചികിത്സ നടത്തുക. ഖുർആനിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഷെയ്ത്താനിന്റെയോ ജിന്നിന്റെയോ അഥവാ ഷെയ്ത്താൻ സേവിച്ച് സിഹ്ർ ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് അയക്കുന്നവന്റെ ജിന്ന്, ഷെയ്ത്താൻ, മൂർത്തി ഇതുപോലത്തതിനെ ആട്ടി ഓടിക്കാൻ, അത് അയച്ചവരിലേക്ക് തിരിച്ചു പോകാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ഖുർആനിൽ ഒരു സൂറത്തിനെ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിനെ നാം പിൻപറ്റുക. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ബഖറ. അത് വീട്ടിൽ വെച്ച് ഓതുക. അത് നാം ഓതുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുടിയേറിയിരിക്കുന്ന ശൈത്വാന്, ജിന്ന്, പിശാച്ച്, മൂർത്തി എല്ലാം ഓടിപ്പോകും. വീട്ടിൽ ബർക്കത്തുണ്ടാകും, വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, സമാധാനം ഉണ്ടാകും, സിഹ്ർ ബാത്തിലാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദുഹാ ബറകത്തുൻ വതർകുഹാ ഹസ്റത്തുൻ ലാ തസ്തതീഉഹൽ ബതല. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. അത് സ്ഥിരമായി പിടിക്കൽ ബർക്കത്താകുന്നു. അത് ഉപേക്ഷിക്കൽ പരാജയമാണ്. അതിന് മതിക്കടക്കാൻ ബത്വലത്തിന് കഴിയുകയില്ല. ബത്വലത്ത് എന്ന് പറഞ്ഞാൽ സിഹ്ർ ചെയ്യുന്നവർ, ജിന്ന്, പിശാച്ച് ഇതുപോലെയുള്ള ഉപദ്രവകാരികൾക്കാണ് ബത്വലത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തജ്അലു ബുയൂതകും മഖാബിറ ഇന്നശ്ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകൾ ആക്കി മാറ്റരുത്. നിശ്ചയമായി പിശാച് സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പേടിച്ച് ഓടിപ്പോകും. ഇനി സിഹ്ർ ബാത്തിലാക്കാൻ എന്ത് ചെയ്യണം? ഇനി സിഹ്ർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാക്കുന്ന ചില സൂറത്തുകൾ പറയാം, ചില ആയത്തുകളും പറയാം. അതല്ലെങ്കിൽ സ്ക്രീനിലൂടെ കാണിക്കാം. ഒരു വെള്ളത്തിലേക്ക് ഊതി അത് കുടിക്കുകയും അത് ശരീരത്തിലേക്ക് മുഴുവനും തേക്കുകയും ചെയ്യുക. അത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് സിഹ്ർ ബാത്തിലാകും. വബില്ലാഹി തൗഫീഖ്. ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് ഒരു പ്രാവശ്യം, സൂറത്തുൻ നാസ് ഒരു പ്രാവശ്യം ഓതുക. വെള്ളത്തിലേക്ക് ഊതുക. അതിനുശേഷം ആയത്തുൽ കുർസി, സ്ക്രീനിൽ കാണിക്കുന്ന ആയത്തുകളും ഓതുക. ഇനി കടുപ്പ
ഉള്ളതാണെങ്കിൽ സൂറത്തുൽ ബഖറ 105-ാമത്തായത്ത്, 109, 137, 138, 163, 164, 285, 286. ഇനി ആലി ഇമ്രാൻ സൂറത്തിലെ 26-ാമത്തെ ആയത്തും 27-ാമത്തെ ആയത്തും ഇവയും കൂടി കൂട്ടി ഓതുക. ഇൻഷാ അല്ലാഹ് അത് ഓതി വെള്ളത്തിൽ ഊതി കുടിക്കുകയും ശരീരത്തിൽ മുഴുവനും തേക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാത്തിലാകും. അത് ഓതിയതിന് ശേഷം ഏതെങ്കിലും ഈ തത്സമയത്തിന്റെ പണി അറിയുന്ന ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക. അത് ഓതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ള പണികൾ എടുക്കാം. സിഹിർ ഉണ്ടെങ്കിൽ മാത്രം പ്രത്യേകിച്ച് പറയുന്നു, ഏതെങ്കിലും ശൈത്താന് സേവിച്ച് പണിയെടുക്കുന്നവരുടെ അടുത്തുപോയി നിങ്ങൾ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തല്ല. അവരെ കൊണ്ട് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് അവരെ കൊണ്ട് സിഹിർ ബാത്തിലാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കുള്ള ശൈത്താൻ തൽക്കാലം ശമനം തന്നാലും